ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിയതോടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM. കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനം. കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം N. വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, നേരിട്ട് സർക്കാരിലേക്ക് ഒരു അന്വേഷണം വരുന്നു. ഇപ്പോഴിതാ വീണ്ടും ചോദ്യം ചെയ്യലിനൊരുങ്ങുന്നു SIT. ആ ഉന്നതർ ആരാണെന്ന് വൈകാതെ തന്നെ പുറത്തു വരാനുള്ള സാധ്യത കൂടുതലല്ലേ ഇപ്പോൾ? കടുത്ത നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് നമുക്കറിയാം, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ മൊഴിയുടെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ മൊഴി നൽകിയതിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ വിട്ടയക്കാൻ, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം നടത്തുന്നത് എങ്ങനെ അത് അംഗീകരിക്കാനാകുമെന്നുള്ള ചില പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് SIT നിർണായകമായ നീക്കം നടത്തിയതു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു നീക്കത്തിലൂടെ, ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു CPM ഇടതുമുന്നണിയും തന്നെയാണ്. പ്രത്യേകിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടിയായേക്കാവുന്ന ഒരു വിഷയം കൂടിയാണ് ശബരിമല ഈ സ്വർണ്ണക്കൊള്ള കേസ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിൽ വലിയ രീതിയിൽ തിരിച്ചടി ഈ ഒരു വിഷയത്തിൽ തെക്കൻ ജില്ലകളിലുമൊക്കെ നേരിടേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം, അത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്ത ഒരു കാര്യം. പ്രത്യേകിച്ച് മുൻ MLA അടക്കം അറസ്റ്റിലായി. ഇത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള A. പത്മകുമാർ അടക്കം അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സാഹചര്യം. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ കടുത്ത വിയോജിപ്പ് ഇടതുമുന്നണിയിൽ തന്നെ ഉയരുന്ന ഒരു വേളയിൽ കൂടിയാണ് ഇപ്പോൾ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി അന്വേഷണം എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ കടകംപള്ളിയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഈ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലും ഈ 2019 മുതലുള്ള കാര്യങ്ങളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, ഒപ്പം തന്നെ മറ്റാരെങ്കിലുമായി ഈ കടകംപള്ളിക്ക് ഈ തരത്തിൽ കഴക്കൂട്ടത്തെ ഒരു വ്യവസായിയുമായി ചില ബന്ധങ്ങളുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും SIT നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഏതെങ്കിലും തരത്തിൽ മുൻ ദേവസ്വം മന്ത്രിക്ക് ബന്ധമുണ്ട് എങ്കിൽ അത് സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്തി അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ളൊരു നടപടിയായിരിക്കും SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. മറ്റൊന്ന് PS പ്രശാന്തിന്റെ കാര്യമാണ്. നമുക്കറിയാം, PS പ്രശാന്ത് കടകംപള്ളിയെ അപേക്ഷിച്ച് PS പ്രശാന്തിനെ സംബന്ധിച്ച ഒരു കൂടുതൽ പരുങ്ങലിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് 2025 ഭരണസമിതി ചില ചട്ടങ്ങൾ ലംഘിച്ചു, ചില കാര്യങ്ങളിൽ വീഴ്ച വരുത്തി എന്നുള്ള തെളിവുകളടക്കം SIT കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയിരിക്കുന്നു. പ്രത്യേകിച്ച് PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യലിനെ കുറിച്ച് പ്രതികരിച്ചപ്പോഴും നിലപാട് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. താൻ ചട്ടം പാലിച്ച് മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികളടക്കം സ്വർണ്ണഭൂഷൺ വേണ്ടി മുരാരി ബാബുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ അത് കൈമാറുകയും ചെയ്ത് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമാണ് താൻ ഈ കാര്യങ്ങൾക്ക് ഒപ്പം നിന്നത് എന്നുള്ളതാണ് PS പ്രശാന്ത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ട് ഈ ഭരണസമിതിക്ക് അത് കണ്ടെത്താനായിട്ടില്ല? അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അക്കാര്യങ്ങളിലൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയെങ്കിൽ പോലും അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ഈ ഭരണസമിതി കൈക്കൊണ്ടു എന്നുള്ള രീതിയിലുള്ള ചില വിമർശനങ്ങളും ചില കാര്യങ്ങളിൽ വ്യക്തതയും SIT തേടുകയും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി വീണ്ടും PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ തന്നെ കടന്നേക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷേ ഇവരിലേക്ക് അറസ്റ്റിലേക്ക് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടന്നാലും നമുക്കത് അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘം കടന്നേക്കുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഉടൻ തന്നെ കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള വാദങ്ങൾ നടക്കിയ ആ അപേക്ഷ സമർപ്പിക്കുകയും ഒപ്പം തന്നെ ഉടൻ തന്നെ അവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ളൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഇവരെ 3 പേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ 3 പേരുടെയും മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇവരിൽ നിന്ന്, അതായത് ഇപ്പോഴും
ഇവർ പറയുന്ന കാര്യങ്ങളിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നത്. അക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റുമാർക്കും ഒപ്പം തന്നെ മുൻ ദേവസ്വം മന്ത്രിക്കുമൊക്കെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിവരം ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ ഡി മണിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ്. അക്കാര്യത്തിൽ ദുരൂഹത വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം SITയുടെ നിർദ്ദേശപ്രകാരം ഡി മണിയും ഒപ്പം തന്നെ സഹായികളായിട്ടുള്ള ബാലമുരുകനും ഒപ്പം തന്നെ ശ്രീകൃഷ്ണനും ഈ ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്ത് ഹാജരാവുകയും ചെയ്തിരുന്നു. നിലപാട് ആവർത്തിച്ച ഡി മണി പറയുകയാണ്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയില്ല, താൻ ഇതുവരെയും കണ്ടിട്ടില്ല, പക്ഷേ തിരുവനന്തപുരത്ത് താൻ 2 തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഡി മണി സമ്മതിക്കുകയും ചെയ്യുന്നു. അതായത് ഇറീഡിയം കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് നിലവിൽ ഈ ഇത്തരത്തിൽ ഈ പറയുന്ന ഡി മണിക്കെതിരെയും ഒപ്പം തന്നെ സഹായിയായിട്ടുള്ള ശ്രീകൃഷ്ണനെതിരെയും ചുമത്തിലുള്ളത്. മുൻകാലങ്ങളിലാണ് ഈ ഒരു കേസ് ചുമത്തിലുള്ളത്. അന്ന് താൻ ഡി മണിയുമായി സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നായിരുന്നു ശ്രീകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഈ SITക്ക് മുൻപാകെ മൊഴി നൽകുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം ഏകദേശം കുറച്ച് വർഷങ്ങളായി തനിക്ക് ഡി മണിയുമായി അടുത്ത ബന്ധമില്ല, താൻ അത്തരത്തിൽ ഒരു സഹായവും ചെയ്തു നൽകിയിട്ടില്ല എന്നുള്ളതാണ് ശ്രീകൃഷ്ണനും ആവർത്തിച്ച് പറയുകയും ചെയ്തത്. എന്തായാലും ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഇവരെ വിട്ടയച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ ഇനിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വ്യവസായിയെ അറിയില്ല എന്ന് കൂടി ഡി മണി പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച ആ പത്രത്തിലുള്ള ആ വ്യവസായി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഡി മണി എന്ന ആളുടെ പേരും. ഒപ്പം തന്നെ ഈ കാര്യങ്ങളിൽ ചില വിഗ്രഹക്കടത്തടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്കും പങ്കുണ്ടോ എന്നുള്ള സംശയം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക വിവരങ്ങൾ SITക്ക് കൈമാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ SITക്ക് കൈമാറിയിട്ടുള്ള ഈ വ്യവസായിയെ തനിക്കറിയില്ല എന്ന് ഡി മണി ആവർത്തിച്ച് പറയുമ്പോൾ പോലും എങ്ങനെ ഇങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ ഈ വ്യവസായി മുമ്പോട്ട് വെക്കും, അല്ലെങ്കിൽ ഡി മണിയെ എങ്ങനെ ഈ വ്യവസായിക്ക് അറിയാം എന്നുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളും ഒക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉണ്ടാകും. ഇതിൽ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷമായിരിക്കും ഒരുപക്ഷേ ഡി മണിക്കെതിരെയും ഒപ്പം തന്നെ മറ്റ് സഹായികൾക്കെതിരെയും ഒരു കടുത്ത നടപടിയിലേക്ക്, അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, ഈ മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായിട്ടുള്ള N വിജയകുമാർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതായത് തനിക്കൊന്നും അറിയില്ല, എല്ലാം സഹാവ് പറഞ്ഞതിനനുസരിച്ചാണ് താൻ ഒപ്പിട്ട് നൽകിയിട്ടുള്ളത്. അതായത് എല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നതും A പത്മകുമാറാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും അറിയില്ല, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സഹാവ് നേരിട്ട് തന്നെയാണ് എന്നായിരുന്നു വീണ്ടും ആവർത്തിച്ച് N വിജയകുമാർ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ അക്കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഹൈക്കോടതി തന്നെ നേരത്തെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് N വിജയകുമാറിലേക്ക് കൂടുതൽ നടപടികളിലേക്ക് SIT കടക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ KT ശങ്കരദാസിനെ കൂടി ഈ സംശയം മുഴുവൻ നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ശങ്കരദാസിനെ കൂടി അറസ്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് SIT കടന്നേക്കും. എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ പറയുന്ന അന്വേഷണത്തിന് ഹൈക്കോടതി സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള വലിയ വെല്ലുവിളി അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചുണ്ട്. മറ്റൊന്ന്, ഈ പറയുന്ന രേഖകളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഏതെങ്കിലും ഒരു പരാമർശം ഈ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ SITയുടെ ഭാഗത്തു നിന്നുണ്ട് എങ്കിൽ അത് CPMനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. പ്രത്യേകിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിപക്ഷം വലിയ ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായില്ല എങ്കിൽ പോലും തന്നെ SITയുടെ ഭാഗത്ത് ഈ കാര്യങ്ങൾ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പോലും തന്നെ അത് വലിയ ആയുധമായി ലഭിക്കാൻ പോകുന്ന പ്രതിപക്ഷത്തിന് തന്നെയാണ്. അതിൻ്റെ കളങ്കം അല്ലെങ്കിൽ അത് ആ ഒരു വിഷയത്തിൽ എന്ത് മറുപടി അല്ലെങ്കിൽ എന്ത് പ്രതിരോധം തീർക്കാൻ ഇടതുമുന്നണിക്കാകുമെന്നുള്ളത് കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിട്ടുള്ള ഈ ഒരു തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇടതുമുന്നണിയുടെയും CPMയുടെ ഭാഗത്തിൻ്റെയും ഉണ്ടാകുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ ഇത്തരത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ അത് എങ്ങനെ തിരിച്ചടിയാകുമെന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തി
അതിൻ്റെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക. ഒപ്പം തന്നെ ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന വ്യവസായി പറയുന്ന ആ ഒരു മൊഴി സ്വീകാര്യത്തിലെടുത്താൽ പോലും തന്നെ ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഡി മണി തിരുവനന്തപുരത്ത് വന്നതായിട്ടുള്ള രേഖകൾ SITക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടോ, ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഫോൺ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ തെളിവുകൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയുമായും ഒപ്പം തന്നെ ഈ പറയുന്ന ഗോവർദ്ധനുമായി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയുമായ ഗോവർദ്ധനുമായി ഈ വ്യക്തിക്ക് ബന്ധമുണ്ടോ, ഇവർ തമ്മിൽ ഈ സ്വർണ്ണക്കടത്തും അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനായി ഈ ഡി മണി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് SITക്ക് മുമ്പിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ച് വ്യാപകമായ അന്വേഷണം നടത്താൻ കൂടുതൽ വലവിരിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒപ്പം തന്നെ ഈ ഉന്നതൻ എന്ന് പറയുന്ന ആൾ ആരാണ് എന്ന് കണ്ടെത്തിയിട്ടിരിക്കുന്നു. അതേതെങ്കിലും രാഷ്ട്രീയക്കാരനാണോ, അതായത് രാഷ്ട്രീയ രംഗത്തുള്ള ആളാണോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം പത്മകുമാറിനെതിരെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും, അതായത് തന്നെ ബലിയാടാക്കുകയാണോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചോദ്യത്തിന് എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും എന്നുള്ള മറുപടിയായിരുന്നു പത്മകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതായത് ഈ ഉന്നതൻ എന്ന് പറയുന്നത് കടകംപള്ളിയാണോ എന്നുള്ള ചോദ്യത്തിന് ശവം തീനികൾ അല്ല എന്ന മറുപടിയായിരുന്നു ഇത്തരത്തിൽ പത്മകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും നിലവിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് 14 ദിവസത്തോടു കൂടി ജാമ്യം നിഷേധിച്ചുകൊണ്ട് വിജിലൻസ് കോടതി കടുത്ത നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു, കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന കൗൺസിൽ. സർക്കാരിലെ തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നു, മുഖ്യമന്ത്രിയെ തിരുത്താൻ ആളില്ല. PM ശ്രീ ഒരു ഉദാഹരണമാണ്. തോൽവിയേക്കാൾ പ്രധാനം ഇടതുമൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ്. സാമുദായിക നേതാക്കളുമായി പരിധി വിട്ട ചങ്ങാത്തം തിരിച്ചടിയായെന്നും വിമർശനം ഉണ്ടായി.